ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ വളരെ രുചികരമായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ക്യാബേജ് റൈസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും വലിയവർക്കൊക്കെ ലഞ്ച് ബോക്സിൽ കൊടുത്തേക്കാനാണെന്നുണ്ടെങ്കിലും അല്ലാന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് കറികളൊന്നുമില്ല, പെട്ടെന്നൊരു ലഞ്ച് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സൂപ്പറായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. എന്നാൽ ശരി, നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. നമ്മുടെ ഈ ക്യാബേജ് റൈസ് തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു കുക്കർ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുക്കർ ഒന്ന് ചൂടായി വരുന്ന സമയം ഇതിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏത് എണ്ണ ചേർത്ത് കൊടുത്താലും പ്രശ്നമൊന്നുമില്ല. കൂടെ തന്നെ പിന്നെ വേണ്ടത് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും കൂടിയാണ്. എണ്ണയൊക്കെ നല്ലതുപോലെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 3 ഏലയ്ക്ക, ചെറിയൊരു പീസ് അളവിൽ കറുവാപ്പട്ട, ചെറിയൊരു തക്കോലം, അതുപോലെ തന്നെ ഒരു 4 ഗ്രാമ്പൂവും എടുത്തിട്ടുണ്ട്, അത് ചേർക്കാം. ഒരു വയനയില 2ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതും കൂടി ചേർക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതിയാവും. ലൈറ്റായിട്ട് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് അണ്ടിപ്പരിപ്പാണ്. അപ്പോൾ അണ്ടിപ്പരിപ്പ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്, കൂടുതലോ കുറവൊക്കെ. ഞാനിപ്പോൾ ഈ ഒരു അളവിലാണ് എടുത്തിട്ടുള്ളത്. അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ലൈറ്റായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിൻ്റെ കളറ് ഒരുപാട് മാറുന്നത് വരെയും വഴറ്റേണ്ട ആവശ്യമില്ല, ചെറിയ രീതിയിൽ ഒന്ന് ചൂടായി തുടങ്ങട്ടെ. ഇപ്പോൾ നമ്മുടെ അണ്ടിപ്പരിപ്പെല്ലാം ഒന്ന് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ മുഴുവൻ പെരുംജീരകമാണ്. പെരുംജീരകം പൊടി ചേർക്കരുത്, പെരുംജീരകം തന്നെ ചേർത്തേക്കണം. പെരുംജീരകവും ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കാം. നന്നായിട്ട് ഇതെല്ലാം ഒന്ന് ചൂടായി വരട്ടെ. പെരുംജീരകമൊക്കെ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അണ്ടിപ്പരിപ്പിൻ്റെ കളറൊക്കെ ഇതുപോലെ ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങും. നല്ലൊരു ലൈറ്റായിട്ടുള്ള ഗോൾഡൻ കളർ ആകുന്നവരെ മാത്രം ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും. ഈ ഒരു സമയം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പച്ചമുളകാണ്. ഞാനിപ്പോൾ ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അത് നമുക്കിതിലേക്ക് ചേർക്കാം. കൂടെ തന്നെ ഒരു സവാളയും കൂടി. അപ്പോൾ സവാള നീളത്തിൽ അരിയേണ്ട ആവശ്യമില്ല, ഇതുപോലെ സ്ക്വയറായിട്ടൊന്ന് അരിഞ്ഞെടുത്താൽ മതിയാവും. ആ സവാളയും കൂടി ഇതിലേക്ക് ചേർക്കാം. ഇത് രണ്ടും ചേർത്ത് കൊടുത്ത ശേഷം നല്ല രീതിയിൽ തന്നെ വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ സവാളയൊക്കെ ഒന്ന് വാടിക്കിട്ടിയാൽ മതിയാവും കേട്ടോ. ഒരുപാട് സമയത്ത് വഴറ്റി എൻ്റെ കളറൊന്നും മാറ്റേണ്ട ആവശ്യമില്ല. വളരെ പെട്ടെന്ന് ചടപടയും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ നമ്മുടെ ഈ ക്യാബേജ് റൈസ്. എന്നാൽ അതിൻ്റെ ടേസ്റ്റ് ഒരു പ്രത്യേക രീതിയിലാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ നമ്മുടെ സവാള എല്ലാം നന്നായിട്ടൊന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർക്കാവുന്നതാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ലൈറ്റായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നവരെ മാത്രം ലൈറ്റായിട്ടൊന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. ഇതുപോലെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തക്കാളിയാണ്. ചെറിയ തക്കാളിയിൽ 2 തക്കാളി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ തക്കാളിയാണെന്നുണ്ടെങ്കിൽ ഒരു 1.5 തക്കാളി മതിയാവും. എന്നിട്ട് ഇതുപോലെ ചെറുതായിട്ട് വേണം ഒന്ന് അരിഞ്ഞെടുക്കാനായിട്ട്. ആ തക്കാളിയും കൂടി ഇതിലേക്കൊന്ന് ചേർക്കാം. തക്കാളിയെല്ലാം ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. തക്കാളിയെല്ലാം നന്നായിട്ടൊന്ന് വെന്ത് തുടങ്ങട്ടെ. ഇപ്പോൾ നമ്മുടെ ഈ തക്കാളി എല്ലാം നന്നായിട്ടൊന്ന് ചൂടായി ഒന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. വളരെ കുറച്ച് മസാല മാത്രമേ ആവശ്യമായിട്ടുള്ളൂ. 1 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർക്കുകയാണ്. കൂടെ തന്നെ അതുപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിച്ചതും കൂടി. വേറെ ഒന്നും കൂടുതലായിട്ട് നമുക്കിതിലേക്ക് മസാലയായിട്ട് ആവശ്യമായിട്ടില്ല. അപ്പോൾ 2 മസാലയും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് ലൈറ്റായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ മാറുന്നവരെ ലൈറ്റായിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും. അതിനുശേഷം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ക്യാബേജും കൂടിയാണ്. ഞാനിപ്പോൾ ഇതുപോലെ ഒരു ബൗൾ നിറയാണ് ക്യാബേജ് എടുത്തിട്ടുള്ളത്. 125 ഗ്രാം അളവിലാണ് ഇതിപ്പോൾ ഉള്ളത് കേട്ടോ. അപ്പോൾ ഇതുപോലെ സ്ക്വയറായിട്ടൊന്ന് അരിഞ്ഞെടുത്താൽ മതിയാവും, നീളത്തിൽ അരിയാൻ വേണ്ടി നിൽക്കണ്ട. ഈ ഒരു അളവിൽ ക്യാബേജ് നമുക്കിതിലേക്ക് ചേർക്കാം. കൂടെ തന്നെ പിന്നെ വേണ്ടത് കുറച്ച് മല്ലിയിലയും കൂടിയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലതുപോലെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ആ ക്യാബേജിൻ്റെ ആ ഒരു പ്രത്യേക ഒരു പച്ച ടേസ്റ്റ് ഉണ്ടല്ലോ, അതൊന്ന് മാറുന്നവരെ ഒന്ന് വഴറ്റണം. ഒരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഈ ക്യാബേജ് എല്ലാം നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള വെള്ളം കൂടിയാണ്. 250 ml കപ്പിന് 1 കപ്പ് അളവിലാണ് ഞാനിപ്പോൾ അരി എടുക്കുന്നത്. ബസ്മതി റൈസാണ് എടുക്കുന്നത്. അപ്പോൾ 1 കപ്പ് അളവിൽ അരി ചേർക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1.25 കപ്പ് അളവിൽ വെള്ളം വേണ്ടി വരും. അപ്പോൾ ഞാനിപ്പോൾ 1.25 കപ്പ് അളവിൽ വെള്ളം ചേർക്കുകയാണ്. വെള്ളം ചേർത്ത് കൊടുത്ത ശേഷം ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയാണ്. ഉപ്പും ചേർത്ത് കൊടുത്ത ശേഷം ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ വെള്ളമെല്ലാം.
ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ തിളച്ചു തുടങ്ങുന്ന സമയമാകുമ്പോഴത്തേക്കും നമ്മളിതാ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരി ചേർക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കൈമ റൈസ് എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ജീര റൈസ് വേണമെന്നുണ്ടെങ്കിൽ അതും എടുക്കാവുന്നതാണ്. അരിയും ചേർത്ത് കൊടുത്ത ശേഷം വീണ്ടും നല്ലതുപോലെ ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് ഇതൊന്ന് കുക്കറൊന്ന് അടച്ച് വെക്കാം. അടച്ച് വെച്ച് ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2 വിസിൽ വരുന്നത് വരെ മാത്രം ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇതിൽ 2 വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതിലെ കംപ്ലീറ്റ് പ്രഷറും പോയതിനു ശേഷം മാത്രം നമുക്കൊന്ന് തുറക്കാവുന്നതാണ്. അത് ഇപ്പോഴേ തന്നെ അതിൽ പ്രഷർ കംപ്ലീറ്റ് ആയിട്ട് കളയാൻ വേണ്ടി നിൽക്കരുത്. ഇതിങ്ങനെ ഇരുന്ന് അതിൽ കംപ്ലീറ്റ് പ്രഷറും പോകട്ടെ. അപ്പോഴത്തേക്കും നമ്മുടെ ഈ ചോറെല്ലാം നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ടാവും. ഇപ്പോൾ ഇതിലെ കംപ്ലീറ്റ് പ്രഷറും പോയിട്ടുണ്ട്. അതിനുശേഷം ഞാനിപ്പോൾ ഒരു 20 മിനിറ്റ് കൂടി അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ചൂടിലിരുന്ന് കുറച്ചുകൂടി ഒന്ന് വെന്ത് കിട്ടാനായിട്ട്. ആ 20 മിനിറ്റും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാവുന്നതാണ്. നല്ലതുപോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ക്യാബേജ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു പ്രത്യേക മണവും ഒരു പ്രത്യേക ടേസ്റ്റിലാണ് കേട്ടോ നമ്മുടെ ക്യാബേജ് റൈസ് കിട്ടുന്നത്. അടിക്കൊന്നും തന്നെ ഒട്ടിപ്പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ റൈസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലൊരു ക്യാബേജ് റൈസ് നിങ്ങൾ എല്ലാവരും ഉറപ്പായിട്ടൊന്ന് തയ്യാറാക്കി നോക്കിയേക്കണം. ഇതിൻ്റെ കൂടെ സൈഡായിട്ട് കഴിക്കാനായിട്ട് പ്രത്യേകിച്ചൊന്നും നമുക്ക് ആവശ്യമില്ല. നല്ലൊരു തൈര് ചട്നി ഉണ്ടെങ്കിൽ വേറെ ഒന്നും പറയാനുമില്ല. ട്രൈ ചെയ്ത് നോക്കുന്നവരെല്ലാവരും മറക്കാതെ ഫീഡ്ബാക്ക് കൂടി ഒന്ന് അറിയിച്ചേക്കണേ. എത്ര സിമ്പിളായിട്ടാണല്ലേ നമ്മുടെ ക്യാബേജ് റൈസ് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. വളരെ രുചികരമായിട്ടുള്ള ഒന്നാണ് കേട്ടോ. ഉറപ്പായിട്ടും ക്യാബേജ് വീട്ടിൽ വാങ്ങുമ്പോൾ നിങ്ങൾ ഇതുപോലെ റൈസ് തയ്യാറാക്കി നോക്കിയേക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം കേട്ടോ. അപ്പോൾ വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.